19 തെരഞ്ഞെടുപ്പ് 29 പ്രഖ്യാപിക്കുമ്പോൾ ആരാധ്യനായ സ്വരാജ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് വിജയിക്കണമെന്നുള്ളത് നിലമ്പൂരിന്റെ മാത്രം അവകാശമാണ്. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രിയങ്കരനായ സ്വരാജിനെ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇത് ഞങ്ങളുടെ NCPക്കാരുടെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു കേട്ടോ. ചെറിയ പാർട്ടിയാണെങ്കിലും 7 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഞങ്ങളുണ്ട്. ഞങ്ങൾ ഈ സംവിധാനമൊക്കെ ഞങ്ങളുടെ മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, വനം വകുപ്പ് മന്ത്രിയാ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും വേദിയിലുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ പൊന്നു സഹോദര, പേടിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ അടുത്ത പ്രാവശ്യം MLA നിലമ്പൂരിലെ ശ്രീ M. സ്വരാജ് ആണെന്ന് തോമസ് കെ തോമസ് പ്രഖ്യാപിക്കുകയാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതിന് നിങ്ങളുടെ പൂർണ്ണ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കോൺഗ്രസ് എസിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ കടന്നപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മൾ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സ്വരാജ്, ബഹുമാനരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമ്മേളിതരായ നേതാക്കന്മാർ, മന്ത്രിമാർ ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങൾ വേദിയിലും സദസ്സിലും. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ശക്തിചൈതന്യമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാര്യം വിശദീകരിച്ചു. മറ്റ് നേതാക്കളെല്ലാം ഇത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പല കാര്യങ്ങൾ ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല, അതിൻ്റെ ആവശ്യകതയുമില്ല. എനിക്കറിയാം ഈ നിലമ്പൂരിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിടയായത് എന്ന് എനിക്കെല്ലാം അറിയാം. ജനകീയ വികാരധ്വംസനം, നികഷ്ടവും നിന്യവുമായ രാഷ്ട്രീയ നിലപാടുകൾ, ഇതെല്ലാം കൂടി ചേർന്ന് ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഷയം. ഇവിടെ സ്വരാജിനെപ്പോലുള്ള ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തുകൊണ്ട് മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം പോലെ ഇത്തരത്തിലും വ്യക്തികളുടെ മാലിന്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു മഹാശ്രമം നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് തുടർഭരണം ഉണ്ടാകേണ്ടത് കേരളത്തിന് മാത്രമല്ല, ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP ദുർഭരണം ഭരണഘടനക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും പരമാധികാരത്തിനും എതിരായിട്ടുള്ള വെല്ലുവിളി, അതിനെയെല്ലാം അതിജീവിക്കാൻ എന്താണ് ബദസംവിധാനമെന്ന് ആലോചിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് കേരളം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് അധിനായകനായ പിണറായി വിജയൻ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേവലം പ്രാദേശിക തലത്തിൽ മാത്രമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനം ദേശീയ സിംഹാസന പ്രകടനം കൊള്ളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാക്കി മാറ്റാൻ കഴിയുന്ന ഭൂരിപക്ഷവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കേരളത്തെ ഇവിടെ പറഞ്ഞതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തീകരിച്ച സംസ്ഥാനമായി ഔപചാരികമായി പ്രഖ്യാപിക്കാൻ കൂടുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി നിരവധി കാര്യങ്ങൾ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനം കേരളത്തിന് അത് പറയേണ്ടി വന്നു. കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ, ജനസമാധാന മേഖലയിലെല്ലാം. അങ്ങനെ ഈ രാജ്യത്തിന് മുമ്പിൽ പ്രതീക്ഷയും പ്രത്യാശയുമായി ദേശീയ രംഗത്ത് BJPയുടെ അധികാരഗർവിനും അധികാരത്തിനും അഹങ്കാരത്തിനും എതിരായിട്ടുള്ള പ്രതീക്ഷയും പ്രത്യാശയുമായി ഇന്ത്യ നോക്കിക്കാണുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ നായകൻ, എല്ലാവരും അടങ്ങുന്ന ഒരു സംവിധാനത്തിൻ്റെ പോരാട്ടം ഇവിടെ നടക്കുമ്പോൾ ഈ പോരാട്ടത്തിന് പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയേറെ മഹാജനങ്ങൾ പങ്കെടുത്ത് എല്ലാവരും പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പക്ഷത്തിൽ രൂപം കൊടുക്കാനുള്ള ഒരു പരിപാടിയിൽ ഇത്രയേറെ നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ജനങ്ങളും കാത്തിരിക്കുകയും വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം വിജയിപ്പിക്കുമെന്ന് അവരുടെ ഹൃദയധ്വനി മുഴക്കുകയും ചെയ്തത് ഏറ്റവും അഭിനന്ദനീയമാണ്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ നിലമ്പൂരിലെ വിജയപ്രഖ്യാപനം അതിന് ഗുണകരമായി തീരും. സ്വരാജിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം പരിചയമുള്ള സുഹൃത്താണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന്, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു യുവജന നേതാവ് എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് സഖാവ് സ്വരാജ്.
പെരുമാറ്റം കൊണ്ട്, സ്നേഹം കൊണ്ടും, സമീപനം കൊണ്ടും എല്ലാം കൊണ്ടും ആകർഷകമായി ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉന്നത ഉദാത്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ആമുഖമാണ് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള സഖാവ് സ്വരാജ്. ആ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടുകൂടി മറ്റെല്ലാവരും അപ്രസക്തമായിരിക്കുകയാണ്. ഇനി 19 കാത്തിരിക്കുന്നു. ആ 19-ാം തീയതി സഖാവ് സ്വരാജിന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾ ചുറ്റ നക്ഷത്ര അടയാളത്തിൽ നിങ്ങളെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചുകൊണ്ട് ഒരു ചരിത്ര വിജയമുണ്ടാക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ പുരസ്കരിക്കുന്നു. നമസ്കാരം.